അരമന നിറങ്ങാൻ പോയ ബി ജെ പിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ എന്ത് കിട്ടി? കേരളത്തിലെ സംഘപരിവാർ അനുഭാവികളായ ബി ജെ പി അനുഭാവികളായ ആളുകൾ ഉറക്കെ ചോദിക്കുന്നൊരു ചോദ്യമാണ്. എനിക്ക് തോന്നുന്നത് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഒരു നയമാണ് ക്രിസ്ത്യൻ ഔട്ട്റീച്ച് എന്ന് പറയുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള ആളുകൾ പറയുന്നുണ്ട്. കേരളത്തിൽ രാജീവ് ചന്ദ്രശേഖർ അധ്യക്ഷനായതിനു ശേഷം ഛത്തീസ്ഗഡിലെ വിഷയമുണ്ടായി. വളരെ പെട്ടെന്ന് കേരളത്തിലെ ബി ജെ പി നേതൃത്വം അവിടെ എത്തി. അവിടെ ഒരു ഗുരുതരമായ UAPA കേസുകളൊക്കെ ഉണ്ടാകുന്ന തരത്തിലേക്ക് NIA അന്വേഷിക്കുന്ന തരത്തിലേക്ക് ആ കേസ് മാറുന്ന ഒരു സാഹചര്യം ഒഴിവാക്കി ആ കന്യാസ്ത്രീകളെ തിരിച്ചു കൊണ്ടുവരുന്നതിൽ രാജീവ് ചന്ദ്രശേഖരും അനൂപ് ആൻ്റണിയും ഷോൺ ജോർജും ഒക്കെ നല്ല പങ്ക് വഹിച്ചു കേരളത്തിലെ ബി ജെ പി. പക്ഷേ അതിൻ്റെ ഒന്നും റിസൾട്ട് ഈ തെരഞ്ഞെടുപ്പിൽ കിട്ടിയില്ല. ബി ജെ പിയെ സഭ ചതിച്ചു എന്നൊരു ചർച്ച വ്യാപകമായി നടക്കുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിൽ ക്രൈസ്തവർക്കിടയിൽ വളരെ സജീവമായി പ്രവർത്തിക്കുന്ന കാസയുടെ, നിങ്ങളൊക്കെ പലപ്പോഴും എന്നോട് ചോദിക്കുന്നുണ്ട് എവിടെ നമ്മുടെ കെവിൻ ജി എവിടെ എന്ന് ചോദിക്കാറുണ്ട്. ഇപ്പോൾ അതാ കെവിൻ പീറ്റർ വന്നിട്ടുണ്ട്. നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം, സഭ ബി ജെ പിയെ ചതിച്ചോ? ശരിക്കും ആദ്യമേ തന്നെ ഒരു തിരുത്തൽ തുടങ്ങാം. സഭ എന്ന് പറയുന്നത് ഒരു കുറച്ച് മെത്രാന്മാരും നമ്മുടെ ദീപിക പത്രവും മാത്രം ചേർന്നതല്ല. സഭ എന്ന് പറയുന്നത് മാർപ്പാപ്പ മുതൽ താഴോട്ടുള്ള പുരോഹിതർ, കന്യാസ്ത്രീകൾ, സാധാരണ ഞങ്ങളെപ്പോലുള്ള അൽമായർ, അതിൽ അൽമായരിലായാലും പാപിയായാലും വിശുദ്ധനായാലും ആരായാലും ഇവരെല്ലാവരും ചേർന്നതാണ് സഭ എന്ന് പറയുന്നത്. ഇവർ പൊതുവേ സഭ എന്ന് പറയുമ്പോൾ ഞങ്ങൾ സഭാ നേതൃത്വത്തിലുള്ള ചിലർ മാത്രമാണെന്നുള്ളൊരു ഫീലാണ് പൊതുസമൂഹത്തിലൂടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ആക്ച്വലി സഭ എന്ന് പറഞ്ഞാൽ എല്ലാവരും എല്ലാം മൊത്തം ക്രൈസ്തവ സമൂഹമാണ്. ഇപ്പോൾ ഇവരെ സഭാ നേതൃത്വമാണ്. അത് ഏറെക്കുറെ ശരിയാണ് താങ്കൾ പറഞ്ഞത്. സഭാ നേതൃത്വം ചതിക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ പ്രധാനമന്ത്രിയുടെ ഒരു തീരുമാനം തന്നെയാണ് എല്ലാവരെയും ചേർത്ത് പിടിക്കുക എന്നുള്ളത്. അതിൻ്റെ ഒരു ഭാഗമാണ് ക്രിസ്ത്യൻ ഔട്ട്റീച്ച്. അപ്പോൾ അത് പക്ഷേ പ്രാദേശിക ഓരോ സംസ്ഥാനങ്ങളുടെയും സാഹചര്യങ്ങൾക്കനുസരിച്ച് തന്ത്രങ്ങൾ രൂപപ്പെടുത്തേണ്ടത് അതാത് സംസ്ഥാന നേതൃത്വമാണ്. പ്രധാനമന്ത്രി അങ്ങനെ ഒരു നിലപാടെങ്കിൽ ആ നിലപാടിനെ പിന്തുടർന്നുകൊണ്ട് തന്നെ ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ ഏതൊക്കെ രീതികളാണോ വേണ്ടതെന്ന് നിശ്ചയിക്കേണ്ട അതത് സംസ്ഥാന നേതൃത്വമാണ്. കാര്യം സ്ഥിതിഗതികൾ വ്യത്യസ്തമാണ്. ഇപ്പോൾ ഗോവയിലെ സ്ഥിതിയല്ല കേരളത്തിൽ. ഗോവയിൽ സഭ ബി ജെ പിക്ക് ഒപ്പമാണ്, ഇവിടെ ഹോസ്റ്റലാണ്. അതെ. അപ്പം അവിടെ ഒന്നും ഈ പറയുന്ന ഛത്തീസ്ഗഡോ മണിപ്പൂരോ അങ്ങനെയുള്ള പ്രചരണങ്ങളൊന്നും അവിടെ ഗോവയിൽ ബാധിച്ചിട്ടേ ഇല്ല. അതിൻ്റെ ഒരു സംശയം ചോദിക്കട്ടെ. സഭ, പ്രത്യേകിച്ച് സഭ എന്ന് പറയുമ്പോൾ കത്തോലിക്ക സഭയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കത്തോലിക്ക സഭയ്ക്ക് ഇന്ത്യയിൽ എമ്പാടും ഒരേ നിലപാടല്ലേ ഉള്ളൂ. ഗോവയിലൊരു നിലപാട്, അല്ലെങ്കിൽ ഡൽഹിയിൽ വേറൊരു നിലപാട്, ബോംബെയിൽ വേറെ നിലപാട്, കേരളത്തിൽ വേറെ നിലപാട്, അങ്ങനെ പറയാൻ പറ്റുമോ? തീർച്ചയായിട്ടും ഏറ്റവും വൃത്തികെട്ട നിലപാട് കേരളത്തിലുള്ള നിലപാടാണ്. അതാണ് എൻ്റെ സത്യം. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ നമ്മൾ ഇപ്പോൾ ഈ കഴിഞ്ഞ ഇലക്ഷൻ റിസൾട്ട് വന്നതിന് ശേഷം 2-3 ദിവസമായിട്ട് ക്രിസ്ത്യാനികൾ ചതിച്ചു, ക്രിസ്ത്യാനികൾ തേച്ചു ഒട്ടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് ചോദ്യം വരുന്നു. ഇതേ ചോദ്യങ്ങളും പറച്ചിലുകളും തന്നെ തദ്ദേശീയ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്തും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ അതിനെക്കുറിച്ച് നമ്മൾ 2 വശങ്ങളാണ്. അതിലൊന്നും ഇപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പരിശോധിക്കേണ്ടത് ഇപ്പോൾ പ്രധാനമായിട്ടും ഒരു ഭരണവിരുദ്ധ വികാരം ഇവിടെ ശക്തമായിട്ടുണ്ടായി. കാരണം ഇതുവരെ അവിടെ ഉണ്ടായിരുന്നത് എല്ലാ പ്രാവശ്യവും മാറി മാറി മുന്നണികളെ പരീക്ഷിക്കുക എന്നുള്ളതാണ്. UDF സംവിധാനം, മുന്നണി സംവിധാനം നിലവിൽ വന്നതിന് ശേഷം മാറി മാറിയാണ് പരീക്ഷിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതിനൊരു വ്യത്യാസം വന്നത് ഈ 2ാം പിണറായി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് മാത്രമാണ്. അടുപ്പിച്ച് ഒരു മുന്നണിക്ക് വീണ്ടും അധികാരം കൊടുക്കുക. അപ്പോൾ അവർ ശരിക്കും ഒരു ദുർഭരണം തന്നെയാണ് ഇവിടെ കാഴ്ചവെച്ചിരുന്നത്. അപ്പോൾ മൂന്നാമതൊരിക്കൽ കൂടി അവർ അധികാരത്തിൽ വരാതിരിക്കാൻ ഇവിടുത്തെ ജനങ്ങൾ, ഇവിടെ നമ്മുടെ ഒരു പൊതുവേ ഒരു ട്രെൻഡുണ്ട്, ഈ ജയസാധ്യതയില്ലാത്ത അല്ലെങ്കിൽ ഭരണത്തിൽ വരാൻ സാധ്യതയില്ലാത്ത ആളുകൾക്ക് നമ്മൾ വോട്ട് ചെയ്ത് പാഴാക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊരു ചിന്താഗതിയോടുകൂടി വോട്ട് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ ആ രീതി ഉള്ളതുകൊണ്ട് ആ ഒരു സമീപനം മാറിയിട്ടില്ല എന്നുള്ളൊരു തെളിവാണ്. ശക്തമായ ഒരു ഭരണവിരുദ്ധ വികാരമുണ്ടായി. ആ ഭരണവിരുദ്ധ വികാരത്തെ അതിജീവിച്ചാണ് BJP ആയാലും 3 സീറ്റ് പിടിച്ചത്. അതുപോലെ തന്നെ പലരും 2ാം സ്ഥാനത്ത് വന്നു. ഇപ്പോൾ ഏറ്റവും ദുഃഖം തോന്നുന്ന ഒരു പരാജയമാണ് K. സുരേന്ദ്രൻ്റെത്. പക്ഷെ അദ്ദേഹമാണ് ഏറ്റവും അധികം കേരളത്തിൽ ഏറ്റവും കൂടുതൽ വോട്ട് നേടിയ ഒരു വ്യക്തി. അപ്പം ഇങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഇതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പം നമുക്ക് ഈ സഭ നേതൃത്വം ചതിച്ചോ എന്നുള്ളതിൻ്റെക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം പോകേണ്ടത് പൂഞ്ഞാറിലേക്കും പിന്നെ പാലയിലേക്കുമാണ്. അപ്പോൾ അവിടെ സഭാ നേതൃത്വം അവരോട് നന്ദികേട് കാട്ടി എന്നുള്ളത് 100% ശരി തന്നെയാണ്. അവർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എന്തിനാണ് സഭ ബി ജെ പിയോട് നന്ദി കാണിക്കേണ്ടത്? അങ്ങനൊരു ചോദ്യം ചിലർ ചോദിക്കുന്നുണ്ട്. BJP എന്ത് ചെയ്തിട്ടുണ്ട് സഭയ്ക്ക് വേണ്ടി? BJP എന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ, കേരളത്തിൽ ഇതുവരെ ക്രൈസ്തവ സമുദായ നേതൃത്വം, സഭാ സ്ഥാപനങ്ങൾ, വ്യക്തികൾ ഇവർ നേരിട്ടിട്ടുള്ള ഏതൊരു വിഷയത്തിലും ഹൈന്ദവ സമൂഹവും
BJP നേതൃത്വവും ക്രിസ്ത്യാനികൾക്കൊപ്പം മാത്രമാണ് നിന്നിരിക്കുന്നത്. ഉം. അപ്പോൾ അതിൻ്റെ പ്രതിനിധികളായി ഇപ്പോൾ എത്തിയ PC ജോർജ് ആണെങ്കിലും ഷോൺ ജോർജ് ആണെങ്കിലും ഏതൊരു വിഷയം ഉണ്ടായാലും, ഇപ്പോൾ കഴിഞ്ഞ ദിവസം PC ജോർജിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പുറത്തു വന്നു. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, പാലാ പിതാവ് പോലും UDF, അതായത് പാലാ മെത്രാൻ പോലും UDF വോട്ട് ചെയ്യണമെന്ന് പറയുകയുണ്ടായി. ഒന്ന് ആലോചിച്ച് നോക്കുക. പാലാ മെത്രാനെ കൊണ്ട് മാപ്പ് പറയിപ്പിക്കാൻ ഈ കേരളം മുഴുവൻ ഓടി നടന്ന് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യിക്കാൻ വേണ്ടി നേതൃത്വം ഉണ്ടാക്കി, അതിനുവേണ്ടി രഹസ്യ ചർച്ചകളും സമ്മർദ്ദങ്ങളും എല്ലാം ഉണ്ടാക്കിയ വ്യക്തിക്ക് വോട്ട് ചെയ്യാൻ അദ്ദേഹം പറയുമ്പോൾ, അദ്ദേഹത്തിന് വേണ്ടി ആദ്യ അവസാനം നിലകൊണ്ട ആ അപ്പനും മകനെയും നന്ദികേടല്ലാതെ മറ്റെന്താണ് കാണിച്ചത്? അപ്പോൾ അത് സഭാ നേതൃത്വം അവരോട് നന്ദികേട് കാട്ടി എന്നുള്ളത് നന്ദികേട് മാത്രമല്ല, വിഡ്ഢിത്തരം കൂടെയാണ്. അതായത് ക്രിസ്ത്യാനികളെ എന്നും ചേർത്ത് പിടിക്കണമെന്ന് ആഗ്രഹമുള്ള ഒരു പ്രധാനമന്ത്രിക്കും ഈ കേരളത്തിലെ സഭാ നേതൃത്വത്തിനും ഇടയ്ക്കുള്ള ഒരു പാലമായിരുന്നു ഷോൺ ജോർജും PC ജോർജും അനൂപ് ആൻ്റണിയും ജോർജ് കുര്യൻ സാറുമെല്ലാം. പക്ഷേ അത് തകർക്കുകയാണ് ചെയ്തത്. 22 സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന, ഈ രാജ്യം ഭരിക്കുന്ന ഒരു മുന്നണിയോട് എതിർത്ത് നിന്നുകൊണ്ട് ചുരുങ്ങി 4 സംസ്ഥാനത്തിലേക്ക് എത്തിയ കോൺഗ്രസിനൊപ്പം നിൽക്കുക എന്ന് പറഞ്ഞാൽ പമ്പര വിഡ്ഢിത്തരമാണ് സഭാ നേതൃത്വം ഇപ്പോൾ കാട്ടിയിരിക്കുന്നത്. അത് ഏറ്റവും വലിയ തെറ്റാണ്. പിന്നെ ഈ നമ്മൾ പാലായിലെ വിഷയം വരുമ്പോൾ നമ്മൾ വേറെ ചില കാര്യങ്ങൾ കൂടെ ഒന്ന് കണക്കിലെടുക്കേണ്ട. പാലായിലെയും പൂഞ്ഞാറിലെയും വരുമ്പോഴത്തേക്ക് അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ 21 കണക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അന്ന് NDAക്ക് വേണ്ടി മത്സരിച്ച സ്ഥാനാർത്ഥിയുടെ 3 ഇരട്ടിയാണ് ഷോൺ ജോർജ് അവിടെ ഇപ്രാവശ്യം വോട്ട് പിടിച്ചിരിക്കുന്നത്. അവിടെ ക്രൈസ്തവർ ഷോൺ ജോർജിന് നല്ല രീതിയിൽ വോട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ള സത്യമാണ്. അവിടെ NDA നേതൃത്വം പരിശോധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. BDJSൻ്റെ വോട്ടുകൾ അല്ലെങ്കിൽ RSS BJP നേതൃത്വം പ്രതീക്ഷിച്ചിരുന്ന ഹൈന്ദവ വോട്ടുകൾ ഷോൺ ജോർജിലേക്ക് എത്തിയിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കണം. ഒരു മുന്നണി മര്യാദയുടെ പേരിൽ അവർക്ക് ചിലപ്പോൾ അത് ഒരിക്കലും ഉന്നയിക്കാൻ സാധിക്കില്ല. പക്ഷെ അത് പരിശോധിക്കേണ്ടത് തന്നെയാണ്. കാരണം 2021 തെരഞ്ഞെടുപ്പിൽ ഈഴവ സമുദായ നേതാവ് ഒരാഴ്ചയോളം പൂഞ്ഞാറിൽ ക്യാമ്പ് ചെയ്താണ് PC ജോർജിനെ തോൽപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് വോട്ടുകൾ മറിച്ചത്. അതിനോടൊപ്പം തന്നെ സുഡാപ്പികൾക്കൊപ്പം ചേർന്നുകൊണ്ട് മറിച്ചത്. സമാനമായിട്ട് ആ ഒരു എഫക്റ്റ് ഇപ്രാവശ്യവും ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കണം. ഇതോടൊപ്പം തന്നെ പൂഞ്ഞാറിൽ മറ്റൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ഒരു ചാനൽ, നമ്മൾ പൊതുവായിട്ട് ഇലക്ഷൻ സംബന്ധിച്ച ചർച്ചകൾ സംഘടിപ്പിക്കുമല്ലോ. അപ്പോൾ ആ ചാനൽ ചർച്ചയുടെ ഇടയിൽ അവിടുത്തെ വർഷങ്ങളായി BJPയുടെ ഒരു ലോക്കൽ നേതാവായിരുന്ന ഒരു ഹൈന്ദവ സഹോദരൻ CPMനോട് ചോദിച്ചു, നിങ്ങൾ ശ്രീനാരായണ ഗുരുവിനെ സിമൻ്റ് നാണുവെന്ന് വിളിച്ച് ആക്ഷേപിക്കാറില്ലേ? അദ്ദേഹം ശ്രീനാരായണ ഗുരുവിനെ അപമാനിച്ചല്ല ചോദിച്ചത്, CPM അങ്ങനെ അപമാനിക്കാറില്ലേ എന്നാണ് ചോദിച്ചത്. അപ്പോൾ ചോദിക്കുമ്പോൾ ഇങ്ങനൊരു വാക്ക് അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് വന്നതിനെ അവരത് വളച്ചൊടിച്ച് അതിനെതിരെ BDJSൻ്റെ 1-2 നേതാക്കൾ ആ സംഭവ സ്ഥലത്ത് തന്നെ വെച്ച് വാക്കേറ്റമുണ്ടാകുകയും പിന്നീട് അത് വലിയൊരു പ്രചരണം BJP നേതാവ് സിമൻ്റ് നാണു എന്ന് പറഞ്ഞ് ശ്രീനാരായണ ഗുരുവിനെ ആക്ഷേപിച്ചു എന്ന രീതിയിൽ പ്രചരണം ഉണ്ടായി. അവിടെ അങ്ങനത്തെ ഒരു വിഷയം ഇപ്രാവശ്യം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇത് പാലായിലേക്കും ഉണ്ടായിട്ടുണ്ടോ, അവിടെ BDJSൻ്റെ വോട്ടുകൾ കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കേണ്ടത് തന്നെയാണ്. അല്ല, അങ്ങനെ ഒരു സൂചനയുണ്ടോ BDJSൻ്റെ വോട്ടുകൾ കിട്ടിയിട്ടില്ല എന്ന് അങ്ങേക്ക് തോന്നുന്നുണ്ടോ? അല്ല, കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിജയിക്കേണ്ടതായിരുന്നു. അതാണ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന ഒരു ഹൈന്ദവ സമുദായത്തിൻ്റെ പൂർണ്ണമായ വോട്ട്, പൂർണ്ണമായിട്ടല്ലെങ്കിൽ പോലും ഒരു 90% വോട്ടെങ്കിലും ഇവിടേക്ക് എത്തി. അല്ല, അങ്ങ് പറയുന്ന ഒരു കാര്യം ശരിയാണ്. കാരണം കേരളത്തിലെ സഭ എന്തൊക്കെ പറഞ്ഞാലും കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിൽ, അതായത് കഴിഞ്ഞ ലോക്കൽ ബോഡി ഇലക്ഷനിൽ വോട്ട് ചെയ്തതിനേക്കാൾ കൂടുതൽ ക്രൈസ്തവർ ഇത്തവണ BJPക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്, ക്രിസ്ത്യാനികൾ വോട്ട് ചെയ്തിട്ടുണ്ട്. യെസ്, അതാണ് ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ പറയുന്നതിൻ്റെ ഒരു കാര്യം, ഈ ക്രിസ്ത്യാനികൾ ചതിച്ചു എന്നുള്ളത് മൊത്തത്തിൽ ഒരു അടച്ചാക്ഷേപിക്കുന്നതിന് തുല്യമാണ്. ഈ ശരിയാണ്, ക്രിസ്ത്യാനികൾ ഒരുപാട് പേര് വോട്ട് ചെയ്തിട്ടുണ്ട്. കാര്യം നരേന്ദ്രമോദിയെ ഇഷ്ടപ്പെടുന്ന ഈ രാജ്യത്തിനുണ്ടായ മാറ്റം ഉൾക്കൊണ്ടുകൊണ്ട് രാജ്യത്തിൻ്റെ നിലനിന്നാൽ മാത്രമേ സമുദായങ്ങളും വിശ്വാസങ്ങളും നിലനിൽക്കൂ എന്ന് മനസ്സിലാക്കി ദേശീയതയ്ക്കൊപ്പം നിൽക്കുന്ന ക്രിസ്ത്യാനികളുടെ ഒരു വോട്ട് പോലും പോയിട്ടില്ല. അവരുടെ എണ്ണം കൂടിയിട്ടേ ഉള്ളൂ. ഞാൻ മറ്റൊരു കാര്യം പറയാം. മുൻപ് നടന്ന തദ്ദേശീയ തെരഞ്ഞെടുപ്പിന്, ഇപ്രാവശ്യം നടന്നതല്ല, അതിനു മുമ്പ് നടന്നിട്ട് 25-ൽ താഴെയാണ് കേരളത്തിൽ മൊത്തം ഉണ്ടായിരുന്ന ക്രിസ്ത്യാനികളായ BJP കാൻഡിഡേറ്റുകൾ. കാരണം BJPയുടെ കാൻഡിഡേറ്റ് ആകുക എന്ന് പറഞ്ഞാൽ വീട്ടുകാരുടെ, ബന്ധുക്കളുടെ, അയൽക്കാരുടെ എല്ലാവരുടെയും പരിഹാസം ഏറ്റുവാങ്ങിയിരുന്നൊരു കാലമായിരുന്നു അന്ന്. 25-ൽ താഴെയാണ്
കാൻഡിഡേറ്റ്സ് ബി ജെ പിക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്രാവശ്യത്തെ തദ്ദേശ 2000-നടുത്ത് ക്രിസ്ത്യാനികൾ ബിജെപിക്കാരായി താമര ചിഹ്നത്തിൽ മത്സരിച്ചു. അഭ്യസ്ത വിദ്യരായ യുവതി യുവാക്കളാണിത് ബഹുഭൂരിപക്ഷം. അപ്പോൾ 2000-ൽ ഇത്രയും പേർ ബി ജെ പി സ്ഥാനാർത്ഥികളായിട്ട് താമര ചിഹ്നത്തിൽ മത്സരിച്ചു. അവർക്ക് വേണ്ടി അവരുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ പ്രവർത്തിക്കാൻ ഇറങ്ങിയെന്ന് പറയുമ്പോൾ അത് ക്രിസ്ത്യാനികളുണ്ടായ മാറ്റമാണ്. ആ മാറ്റത്തിന് രണ്ട് കാരണങ്ങളേ ഉള്ളൂ. ഈ ബി ജെ പി നേതൃത്വം പോയി അരമനയുടെ തിണ്ണനിറങ്ങിയിട്ടല്ല ക്രിസ്ത്യാനികളോട് മാറിയിരിക്കുന്നത്. ഇവർ പോയി സന്ദർശിക്കുന്ന ഓരോ മെത്രാൻ്റെയും പോക്കറ്റിൽ കൈപ്പത്തിയുടെ ചിഹ്നം പതിപ്പിച്ച കൊടി കിടപ്പുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ ഒരു മെത്രാൻ്റെ പോലും വോട്ട്, ഇൻക്ലൂഡിങ് ഷോൺ ജോർജിന് പോലും കിട്ടിയിട്ടില്ല. ഇവർ ഇല്ലാതാക്കാൻ പറ്റുന്നത് ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ ക്രിസ്ത്യാനികളല്ല ചതിച്ചത്, അവർ ചെയ്യേണ്ട വോട്ടുകൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്രാവശ്യം കൂടുതലായി ബി ജെ പിക്ക് വരാൻ സാധ്യത ഉണ്ടായിരുന്ന വോട്ടുകളെ തടസ്സപ്പെടുത്തിയിട്ടുണ്ട്, ഇവർ ഇല്ലാതാക്കിയിട്ടുണ്ട്. ഒരു ബഹുഭൂരിപക്ഷം വോട്ടുകൾ ഇല്ലാതാക്കിയിട്ടുണ്ട്. അതിന് സഭാ നേതൃത്വത്തിലെ ഈ കോൺഗ്രസ് അനുകൂലികൾക്ക് സാധിച്ചിട്ടുണ്ട്. അതായത് ഇപ്പോൾ ബി ജെ പി ഈ പറഞ്ഞതുപോലെ എനിക്ക് തോന്നുന്നു അങ്ങും പരോക്ഷമായി പറയുന്നത് ബി ജെ പി അരമന തിണ്ണ നിറം കണ്ട അൽമായരെ കണ്ടാൽ മതി എന്നാണോ? തീർച്ചയായിട്ടും ഞാൻ പറയുന്നത് ഇപ്പം ഈ ബി ജെ പിയിലേക്ക് ക്രിസ്ത്യാനികൾ വന്നിട്ടുണ്ടെങ്കിൽ രാജ്യത്തിന് നാഷണൽ ലെവലിലും ഇൻ്റർനാഷണൽ ലെവലിലും ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ, അഴിമതിരഹിത ഭരണം, രാജ്യത്തിൻ്റെ പുരോഗതി, സുരക്ഷിതത്വം, നരേന്ദ്രമോദി എന്ന് പറയുന്ന പ്രധാനമന്ത്രിയിലുള്ള വിശ്വാസം, ആഭ്യന്തര സുരക്ഷ, ഇതെല്ലാം കണ്ടുകൊണ്ട് ഇവിടെ രാജ്യം നിലനിൽക്കണം, രാജ്യം നിലനിന്നാൽ മാത്രമേ നമ്മൾക്കും നിലനിൽക്കുന്നുള്ള മനസ്സിലാക്കിയ ക്രിസ്ത്യാനികളാണ് എടുത്തിരിക്കുന്നത്. ഒപ്പം തന്നെ അതിന് മറ്റൊരു കാരണക്കാരൻ ഞങ്ങളെപ്പോലുള്ളവർ, സംഘിവിളികൾ, ചാണക സംഘിവിളികൾ, ബി ജെ പിയുടെ ബി ടീം, ആർ എസ് എസിൻ്റെ ബി ടീം, അവരുടെ ഫണ്ട് സ്വീകരിച്ച് പ്രവർത്തിക്കുന്നവർ എന്നൊക്കെയുള്ള തെറിവിളികളും പഴികളും കേട്ടുകൊണ്ട് ഞങ്ങൾ നടത്തിയ ആശയപ്രചരണങ്ങൾ, പല കള്ളങ്ങളെയും ഞങ്ങൾ പൊളിച്ചു, മൂടിവെച്ച പല കാര്യങ്ങളും പൊക്കിക്കൊണ്ട് വന്നു. ഇതാണ് ഇതിന് ഉണ്ടായ രണ്ട് കാരണങ്ങൾ. ഇത് മാത്രമേ ഉള്ളൂ ക്രിസ്ത്യാനികൾ വന്നിട്ടുണ്ടെങ്കിൽ. പക്ഷേ ഇന്നത്തെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ ക്രിസ്ത്യൻ ഔട്ട്റീച്ച് പാളിയിട്ടില്ല. പക്ഷേ അതിനുവേണ്ടി ഈ സംസ്ഥാനത്തിനനുസരിച്ചുള്ള തന്ത്രങ്ങൾ രൂപപ്പെടുത്തുന്നതിൽ പാളിച്ചു പറ്റി. ഇവർ നടത്തിയത് അരമന ഔട്ട്റീച്ചാണ്. അവിടെ മാത്രം പോയതുകൊണ്ട് ഏത് ക്രിസ്ത്യാനിയാണ് ഇവിടെ മാറാൻ പോകുന്നത്? അതെ അതെ, ക്രിസ്ത്യാനികളെ കാണുക എന്നുള്ളതാണ് പ്രധാനം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് എനിക്ക് തോന്നുന്നു കെ സുരേന്ദ്രൻ ജിയാണെന്ന് തോന്നുന്നു ഒരു കാര്യം പറഞ്ഞിരുന്നു, അരമനകളിലേക്കല്ല പോയി പ്രവർത്തിക്കേണ്ടത്, ക്രിസ്ത്യാനികളുടെ ഇടയിലേക്കാണ്. ആ താഴെത്തട്ടിൽ ക്രൈസ്തവ ഹൈന്ദവ ഐക്യം ഉണ്ടാക്കിയെടുക്കുക, താഴെത്തട്ടിൽ പ്രവർത്തനങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. ഇപ്പം ഞാൻ ഉദാഹരണം പറയട്ടെ. മുനമ്പത്ത് നമ്മുടെ ഇന്ത്യ ലൈവിൽ വരുന്ന സ്ഥിരം വരുന്ന ഫിലിപ്പ്, അദ്ദേഹം ഒരു കുവൈറ്റ് രാജാവിൻ്റെ ഒരു സെക്രട്ടറി ആയിരുന്നു. അതെ അതെ, അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയവും ഇല്ലായിരുന്നു. അദ്ദേഹം ബി ജെ പിയുടെ ന്യൂനപക്ഷ മോർച്ചയുടെ ഒരു നേതാവായിട്ട് വൈസ് പ്രസിഡന്റാണ് അല്ലേ? എന്തുകൊണ്ടാണ് അദ്ദേഹം വന്നത്? ഈ മുനമ്പം വിഷയം ഉണ്ടായപ്പോൾ ബി ജെ പി നേതൃത്വം കോട്ടപ്പുറം വരാപ്പുഴ രൂപതകൾ സന്ദർശിച്ച് രാവിലെ അവിടെ മെത്രാന്മാർക്കൊപ്പം ഇരുന്ന് അപ്പവും സ്റ്റൂവും കഴിച്ച് അവർക്കൊപ്പം നിന്ന് ഫോട്ടോ എടുത്ത് കൈ കൊടുത്ത് പിരിഞ്ഞിരുന്നെങ്കിൽ മുനമ്പത്ത് നിന്ന് ഫിലിപ്പ് എന്ന് പറയുന്ന നേതാവ് ഉണ്ടാകൂ? ഇല്ല. 350ഓളം കുടുംബങ്ങളിൽ നിന്ന് ബി ജെ പി അംഗത്വം എടുക്കില്ല. അവിടെ ഒരു കൗൺസിലർ ലഭിക്കുമായിരുന്നു? ഇല്ല. ഒരു ഓഫീസ് ലഭിക്കുമായിരുന്നു? ഇല്ല. അപ്പോൾ സാധാരണക്കാരുടെ വിഷയങ്ങളിൽ അവർക്ക് വേണ്ടി സഭാ നേതൃത്വത്തിൻ്റെ മുന്നിലേക്ക് പോകാതെ അവർക്കൊപ്പം ഇറങ്ങിയപ്പോൾ ബി ജെ പിക്ക് അവിടെ വേരോട്ടം ഉണ്ടായി. പക്ഷേ അവിടെ കാണിച്ച നന്ദികേടിനെ ഞാൻ മറച്ചു വെക്കുന്നില്ല. അവിടെ നന്ദികേട് തന്നെയാണ് കാണിച്ചത്. ആ നന്ദികേട്ട രീതിയിൽ വിശ്വാസികൾ അവിടെ മാറ്റിയതിൻ്റെ പുറകിൽ അവിടുത്തെ വൈദികരും അവിടുത്തെ സഭാ നേതൃത്വവുമാണ്, ലത്തീൻ സഭാ നേതൃത്വവുമാണ്. മുനമ്പത്ത് ഇപ്രാവശ്യം നമ്മൾ കണ്ടു, അവിടെ മുനമ്പത്ത് നന്ദികേട് നമ്മൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പോലും കണ്ടു. അവിടെ ഒരു എൻ ഡി എയുടെ കാൻഡിഡേറ്റ് ഒരാൾ കൗൺസിലറായി ജയിച്ചെങ്കിൽ പോലും എതിർ സ്ഥാനാർത്ഥികളായിട്ട് എൽ ഡി എഫുകാരനും യു ഡി എഫുകാരനും കിട്ടിയ വോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന് രണ്ടും കൂടെ കൂട്ടുകയാണെങ്കിൽ നന്ദി കെട്ടവരാണ് ഇന്ന് കൂടുതൽ. അതെ അതെ അല്ലേ? നിസ്സാര വോട്ടിനാണ് ജയിച്ചത്. അപ്പോൾ അവിടെ നന്ദി കെട്ടവരാണ്. ആ രീതിയിൽ അവരെ മാറ്റിയതാരാണ്? അവിടുത്തെ നല്ല നേരിനൊപ്പം നീതിക്കൊപ്പം നിൽക്കേണ്ടവരാണ് വൈദികർ. നിങ്ങളുടെ ആപത്ത് സമയത്ത് നല്ല സമരക്കാരനായി വന്നത് ബി ജെ പി ആയിരുന്നു എന്ന് പറഞ്ഞു കൊടുക്കേണ്ട വൈദികർ മറുവഴിയിൽ കൂടി ലീഗിനും കോൺഗ്രസിനും വേണ്ടി കളിച്ച് അവിടുത്തെ വിശ്വാസികളെ രണ്ട് തട്ടിലാക്കി. അവിടെ ഇങ്ങനെ വോട്ട് പിടിക്കാൻ പോയ അവിടുത്തെ പള്ളിയിൽ അച്ഛനെ നാട്ടുകാർ പിടിച്ചു വെച്ചു. തീർച്ചയായിട്ടും ഈ പ്രാവശ്യം തന്നെ
നല്ല രീതിയിൽ അവിടുത്തെ വൈദികർ UDF-ന് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. വൈപ്പിലെ സ്ഥാനാർത്ഥി വിജയിപ്പിക്കാൻ വേണ്ടി ഇറങ്ങി പ്രവർത്തിച്ചു അവിടെ മറ്റൊരു കാര്യം കൂടെ സംഭവിച്ചിട്ടുണ്ട്. അത് നമ്മൾ ഈ അവസരത്തിൽ അത് പറയാതിരിക്കാനാവില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2020 20 സീറ്റുകളിൽ മത്സരിക്കാനുള്ള ഒരു പ്രിപ്പയർ ചെയ്തിട്ടില്ലായിരുന്നു. അതൊരു സത്യം തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു 5 സീറ്റ് മാത്രമേ സ്വീകരിക്കാൻ പാടുള്ളായിരുന്നു. അവർക്ക് ശക്തിയുള്ള ആ സ്ഥലങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് പരമാവധി പ്രവർത്തിപ്പിച്ച് അവിടെ വിജയിക്കായിരുന്നു വേണ്ടിയിരുന്നത്. പക്ഷേ അവിടെ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് താമര ചിഹ്നത്തിലുള്ള ഒരു BJP കാൻഡിഡേറ്റിനെയാണ് അവിടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അവിടെ ശക്തമായ ഒരു പ്രവർത്തനം താഴെത്തട്ടിൽ ഉണ്ടായിട്ടില്ല, ഇലക്ഷൻ പ്രചരണം ഉണ്ടായിട്ടില്ല. അതോടൊപ്പം തന്നെ അവിടെ എറണാകുളം ജില്ലയുടെ നിരീക്ഷകനായി വന്ന എനിക്ക് തോന്നുന്നത് വിഷ്ണുവർദ്ധൻ റെഡ്ഡി, ആന്ധ്ര സ്വദേശിയാണ്. അദ്ദേഹം എറണാകുളം ജില്ലയിലാണ് മുനമ്പം എന്ന സ്ഥലമെന്ന് അറിയുന്നത് 10 ദിവസത്തിന് ശേഷം. ഇവിടെ വന്ന് 10 ദിവസത്തിന് ശേഷം. അത് ശരി. അപ്പോൾ അതാണ് അവിടോട്ട് പോലും ഒരു ഇത് കൊണ്ടുപോകാൻ സാധിച്ചത്. അപ്പം ഇങ്ങനെ ചില ഘടകങ്ങളുണ്ട്. അപ്പം അത്യന്തികമായി ഇവിടുത്തെ BJP നേതൃത്വം ചെയ്യേണ്ടത് യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിഞ്ഞിട്ട് സഭാ നേതൃത്വത്തെ അകറ്റി നിർത്തണം എന്ന് പറയുന്നത് ശരിയല്ല. അവരെ നമ്മൾ ബഹുമാനിക്കണം. ഒരു നല്ല ഒരു ഗുഡ് ഫീൽ ഉണ്ടാക്കാൻ ബഹുമാനം ഉണ്ടെങ്കിൽ തീർച്ചയായും വേണ്ടുന്ന എല്ലാവർക്കും കൊടുക്കുന്നത് പോലുള്ള ഒരു ബഹുമാനം അവർക്ക് കൊടുക്കണം. അതിൻ്റെ അപ്പുറത്തേക്ക് അവരെ നിങ്ങൾ അമിതമായി പ്രീണിപ്പിക്കാൻ പോയതുകൊണ്ട് നിങ്ങൾക്കൊരു ഇതുമില്ല. ഇപ്പം രാജീവ് ചന്ദ്രശേഖർജിയും മറ്റു കൂടെയുള്ള ആളുകളും എല്ലാം കൂടെ ദീപിക പത്രത്തിൻ്റെ ഓഫീസ് സന്ദർശിച്ചു, ഒപ്പം നിന്ന് ഷാൾ അണിയിച്ചു, ഫോട്ടോ എടുത്ത് അവർ എന്തൊരു സന്തോഷമായിട്ട് അന്ന് രാവിലെ ഇറങ്ങിയ എഡിറ്റോറിയൽ പിറ്റേ ദിവസം അന്ന് വരെ ഇറങ്ങിയത്, ഇലക്ഷൻ അന്ന് രാവിലെ ഇറങ്ങിയത് സർവ്വ വാർത്തകളും BJPക്കും എതിരായിരുന്നു, കേന്ദ്ര സർക്കാരിനെതിരായിരുന്നു, വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിക്കുന്നതായിരുന്നു. എന്ത് പ്രയോജനം നിങ്ങൾക്കുണ്ടായി? അണ്ണാമലെ ആൻഡ്രൂസ് താഴത്ത് പിതാവിനെ സന്ദർശിച്ചു. എന്താ ആവശ്യം? അവിടെ ഇവരും എല്ലാവരും പോയിട്ടുണ്ടല്ലോ, രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെ എല്ലാവരും പോയിട്ടുണ്ട്. ഈ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ കാലത്ത് മണിപ്പൂർ ഇലക്ഷനിൽ പ്രതിഫലിക്കുമെന്ന് രാവിലെ 10 മണിക്ക് അനൗൺസ് ചെയ്ത മാധ്യമങ്ങളുടെ മുന്നിൽ പറഞ്ഞ വ്യക്തിയാണ് ആൻഡ്രൂസ് താഴത്ത്. ഇദ്ദേഹത്തിൻ്റെ കീഴിൽ, ഇദ്ദേഹത്തിൻ്റെ അറിവോടുകൂടി അവിടെ നടന്ന മിക്കവാറും വിളിച്ചുകൂട്ടിയ എല്ലാ കുടുംബയോഗങ്ങളിലും ഉൾപ്പെടെ പരോക്ഷമായി BJPക്ക് ചെയ്യരുത്, UDF-ന് ചെയ്യണമെന്ന രീതിയിലുള്ള അവർ ഇത് നടത്തി. അതോടൊപ്പം തന്നെ ആ ഒരു വിശ്വാസി അർപ്പിച്ച തൻ്റെ കാണിക്ക, അതിൽ അവിശ്വാസം കാണിക്കുകയോ അതിനെ പരിഹസിക്കുകയോ അതിൽ മതം തിരയുകയോ അതിൻ്റെ മൂല്യം പരിശോധിക്കുകയോ ചെയ്യരുത്. എന്നിട്ട് പോലും ആ കിരീടം രാത്രി എടുത്തുകൊണ്ട് തൂക്കാൻ കൊണ്ടുപോയി തൃശ്ശൂർ. ഇതും ഇദ്ദേഹത്തിൻ്റെ അറിവോടുകൂടെ തന്നെയാണ്. ഇതെല്ലാം പോട്ടെ, സുരേഷ് ഗോപി അവമാനിക്കാൻ വേണ്ടി ചെയ്തതാണ് തീർച്ചയായിട്ടും. അവിടെ ഇവിടെ KCYM-ന്റെ സംസ്ഥാന ഡയറക്ടറായിട്ടുള്ള വൈദികൻ വിശുദ്ധ വസ്ത്രം അണിഞ്ഞുകൊണ്ടാണ് റോഡിൽ നിന്നുകൊണ്ട് അവിടെ ഉച്ചത്തിൽ പറഞ്ഞത്, തൃശ്ശൂർ ഞങ്ങൾ ആർക്കും കൊടുക്കില്ല എന്ന്. സുരേഷ് ഗോപി ഉദ്ദേശിച്ചത് ഇതെല്ലാം പോട്ടെ, ഛത്തീസ്ഗഡ് വിഷയമുണ്ടായി. എനിക്ക് അതായത് അന്ന് ഇത് പ്രധാനമന്ത്രിയുടെ ഓഫീസ് വഴി അതൊരു പരിഹാരം കാണാൻ സാധിക്കും എന്നുള്ളത് ബോധമുള്ളവർക്ക് അറിയാമായിരുന്നു. ഞങ്ങളും പ്രധാനമന്ത്രിക്ക് ലെറ്റർ അയച്ച കൂടുതലാണ്. അപ്പോൾ അതിൻ്റെ ഒരു കോപ്പി സുരേഷ് ഗോപിക്കും ഞങ്ങൾ കൊടുത്തിരുന്നു. അപ്പോൾ അദ്ദേഹം അന്നത്തെ ദിവസം, ഞാൻ ബന്ധപ്പെടുന്ന അന്നത്തെ ദിവസം പ്രധാനമന്ത്രിയെ കാണാൻ വേണ്ടി അപ്പോയിൻമെൻറ്റ് മേടിച്ച് നിൽക്കുകയാണ്. പ്രധാനമന്ത്രിയെ ഓഫീസിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം അദ്ദേഹം ആദ്യം വിളിച്ചത് ആൻഡ്രൂസ് താഴത്ത് പിതാവിനെയാണ്. അന്ന് സുരേഷ് ഗോപി കണ്ടതിന് പുറകെയാണ് രാജീവ് ചന്ദ്രശേഖർജി കാണുന്നത്. അതിനു മുമ്പ് സുരേഷ് ഗോപി കണ്ടു. ആൻഡ്രൂസ് താഴത്ത് മെത്രാനെ വിളിച്ചിട്ട് പറഞ്ഞു, പ്രധാനമന്ത്രി എന്നോട് തമ്പ് കാണിച്ചിട്ടാണ് പറഞ്ഞത്, ഞാൻ ഏറ്റിട്ടുണ്ട് എന്നുള്ള രീതിയിൽ കന്യാസ്ത്രീകളുടെ വിഷയം. പക്ഷേ സുരേഷ് ഗോപി അനങ്ങിയില്ല, മിണ്ടിയില്ല. സുരേഷ് ഗോപി എവിടെ, കന്യാസ്ത്രീകളുടെ വിഷയം വന്നപ്പം സുരേഷ് ഗോപി എവിടെ എന്നൊക്കെ ചോദിച്ച് ഇവിടുത്തെ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും എല്ലാവരും കൂടെ സുരേഷ് ഗോപിയെ പരിഹസിക്കുമ്പോഴും ആൻഡ്രൂസ് താഴത്തെന്ന് പറയുന്ന മെത്രാൻ മിണ്ടിയില്ല. ഇവിടെ CBCI ഔദ്യോഗികമായി ആവശ്യപ്പെട്ടു, KCBC ഔദ്യോഗികമായി ആവശ്യപ്പെട്ടു കന്യാസ്ത്രീകളുടെ വിഷയത്തിൽ ഇടപെടണമെന്ന്. ആ ഔദ്യോഗികമായ ആവശ്യം സംസ്ഥാന BJP നേതൃത്വം സ്വീകരിച്ചു. അതിനോടൊപ്പം തന്നെ ഒരിക്കലും ആരും ഒരു നേതാവ് പറയാൻ പാടില്ലാത്ത രീതിയിൽ കന്യാസ്ത്രീകൾ നിരപരാധികളാണെന്ന് വരെ RC പറഞ്ഞു. അങ്ങനെ പറയാൻ പാടില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കേസ് അന്വേഷണം പൂർത്തിയായിട്ടില്ല, അന്വേഷണം തുടങ്ങിയിട്ടേ ഉള്ളൂ, കോടതിയിൽ എത്തിയിട്ടില്ല. അപ്പം അങ്ങനെ പറയാൻ പാടില്ല, സാങ്കേതികമായ തെറ്റാണ്. എന്നിട്ട് പോലും പറഞ്ഞു.
അപ്പം ഒരു സംസ്ഥാന നേതൃത്വം ഔദ്യോഗികമായ ആവശ്യം ഏറ്റെടുത്ത് പ്രതിനിധികളെ അയച്ചു, അതിനുവേണ്ടി ഇടപെട്ടു. കേന്ദ്ര സർക്കാരിൽ PM-ഉം ഹോം മിനിസ്റ്ററും ഇടപെട്ടു. അപ്പോൾ പിന്നെ ഇവർ ആർക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ വിശ്വാസികളെ തെരുവിലിറക്കിയത്? ആർക്ക് വേണ്ടിയാണ് ഇവിടെ ഈ ബഹളം ഉണ്ടാക്കിയത്? ഇവർ കംപ്ലീറ്റ് ആ ഉണ്ടാക്കിയ കോലാഹലം ആർക്ക് വേണ്ടിയിട്ടായിരുന്നു? അപ്പം അത് UDF-നെ കോൺഗ്രസ് സഹായിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പോൾ ഈ BJP കൊണ്ട് കാര്യങ്ങൾ ജയിച്ചു, എന്നിട്ട് ഇവിടെ ഷോ കാണിച്ചു. അപ്പോൾ ഈ യാഥാർത്ഥ്യം തിരിച്ചറിയണം. ഇവർ കാലങ്ങളായി ഇവിടെ രാജ്യത്ത് ഇതുപോലൊരു തുടർഭരണം വരുമെന്നും മോദിയെ പോലെ പ്രധാനമന്ത്രി വരുമെന്നും ഇങ്ങനെയൊക്കെ ആയി മാറുമെന്ന് ഇവർ കരുതിയില്ല. അതുകൊണ്ട് തന്നെ ഇവർ പലവിധ ഡീലുകളും പലവിധ ബിസിനസ്സുകളും ഒക്കെ ഇതിൽ പങ്കാളികളാണ്. അതിൽ നിന്ന് ഇവർക്ക് വിട്ടുമാറി വരാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് ഇവർ ഈ UDF-നും ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. ജമാഅത്തെ ഇസ്ലാമിയുടെ UDF പ്രവേശനത്തെ NSS എതിർത്തു, വെള്ളാപ്പള്ളി നടേശൻ എതിർത്തു, ഈഴവ സമുദായം എതിർത്തു, നായർ സമുദായം എതിർത്തു. എന്തിന്? സമസ്ത പോലും എതിർത്തു. ജമാഅത്തെ ഇസ്ലാമിയെ UDF-ൽ കയറ്റുന്ന ഏതെങ്കിലും ഒരു മെത്രാൻ പറഞ്ഞു? ദീപിക പത്രം പറഞ്ഞു? KCBC പറഞ്ഞു? എന്തിനും ഏതിനും സർവ്വ പള്ളിയും ഏറ്റുപിടിക്കുന്ന കുറേ മെത്രാന്മാരുണ്ടല്ലോ ഇവിടെ. ആരെങ്കിലും പറഞ്ഞു? മിണ്ടിയില്ല അവർ. ജമാഅത്തെ ഇസ്ലാമിയെ UDF-ൽ എടുക്കരുത് എന്ന് പറഞ്ഞില്ല. സമസ്ത പോലും പറഞ്ഞു, മുസ്ലിം സമുദായത്തിൽ നിന്ന്. എന്നിട്ടും ഇവിടുത്തെ പറഞ്ഞില്ല. അപ്പോൾ ഇവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇവരെല്ലാം ഒരു കൂട്ട് കമ്പനിയാണ്. എങ്ങനെയെങ്കിലും ഇവരെ ഇത് അധികാരത്തിൽ എത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഈ യാഥാർത്ഥ്യം BJP നേതൃത്വം തിരിച്ചറിയണം. BJP തിരുത്താനുണ്ടല്ലേ? തീർച്ചയായിട്ടും. ഇവർ ഈ പോയ കാലഘട്ടത്തിൽ, ഈ അരമനകൾ സന്ദർശിച്ച കാലഘട്ടത്തിൽ ഇവർ വേറെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? വേറെ സാധാരണക്കാരുടെ പ്രശ്നങ്ങളിലേക്ക് ഇവരെ എന്തെങ്കിലും ഏതെങ്കിലും പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ടോ? അതിലേക്ക് അവരെ ആരെങ്കിലും പങ്കെടുപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. ഇപ്പോൾ നമ്മുടെ ഇന്ത്യ വിഷയത്തിൽ തന്നെ കഴിഞ്ഞ ദിവസം ഇന്ത്യ ലൈവിൽ തന്നെ നമ്മുടെ കുമാർ ചെല്ലപ്പൻ സാറ്, നമ്മുടെ ഇന്ത്യ പയനീറിന്റെ ലേഖ, എനിക്ക് വ്യക്തിപരമായ ബന്ധമുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ KS രാധാകൃഷ്ണൻ സാർ, ഇവർ രണ്ടും കൂടെ പ്രോഗ്രാമുകളിൽ പറയുണ്ടായി. KS രാധാകൃഷ്ണൻ സാറിനോട് ഞാൻ ചോദിക്കാനുള്ളത്, ഞാനിപ്പോൾ 8 വർഷമായി കാസ എന്ന് പറയുന്ന സംഘടനയുടെ പ്രവർത്തനത്തിലുള്ള ഒരാളാണ്. ഞങ്ങൾ ഈ സംഘടന രൂപീകരിക്കുന്നത് തന്നെ ആ നിലപാട് തന്നെയാണ് ഇന്നും തുടരുന്നത്. ഞങ്ങൾ രൂപീകരിച്ചപ്പോൾ ഞങ്ങൾ മുന്നോട്ട് വെച്ച മുദ്രാവാക്യം എന്ന് പറയുന്നത് ദേശീയതയിൽ ഊന്നിയുള്ള വിശ്വാസ സംരക്ഷണം. ഞങ്ങളുടെ ആപ്തവാക്യം എന്ന് പറയുന്നത് എൻ്റെ രാജ്യം എൻ്റെ വിശ്വാസം, അല്ലാതെ എൻ്റെ വിശ്വാസം എൻ്റെ രാജ്യമല്ല, ആദ്യം രാജ്യം പിന്നീട് വിശ്വാസം. അപ്പോൾ അതിലൂന്നിയാണ് ഞങ്ങൾ ഇപ്പോഴും പ്രവർത്തിക്കുന്നത്. അപ്പോൾ വിശ്വാസം നിലനിൽക്കണമെങ്കിൽ രാജ്യം നിലനിൽക്കണം. രാജ്യം നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ NDA സർക്കാർ രാജ്യം ഭരിക്കണമെന്ന് ഞങ്ങൾ പറഞ്ഞു. NDAക്കാണ് ഞങ്ങൾ പൂർണ്ണമായി സപ്പോർട്ട് കൊടുത്തത്. ഈ രാധാകൃഷ്ണൻ സാറുമായിട്ട് ഞങ്ങളുമായിട്ട് ഏതെങ്കിലും വിഷയങ്ങളിൽ ഒന്ന് ഇരുന്ന് സംസാരിക്കേണ്ടി വന്നിട്ടുണ്ടോ? അതിനുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. ഏതെങ്കിലും വേറെ BJP നേതാക്കൾക്ക് സംസാരിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടോ? ഞങ്ങൾ നിങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് BJPയുടെ IT സെല്ല് ചെയ്യേണ്ട പരിപാടികൾ വരെ ഞങ്ങളിവിടെ ചെയ്യുന്നുണ്ട്. കാസയോട് BJP സംസാരിച്ചിട്ടേ ഇല്ല? ഇല്ല. ഈ തെരഞ്ഞെടുപ്പ് കാലത്തും ഇല്ല, സംസാരിച്ചിട്ടില്ല. പിന്നെ നിങ്ങൾ അരവനെ തിണ്ണ തിറങ്ങി അവിടെ പോയി അപ്പവും മട്ടൺ സ്റ്റൂവും കഴിച്ച് അവരുടെ തോളത്ത് കൈയിട്ട് നിന്ന് ഫോട്ടോ എടുത്തേച്ച് നിങ്ങൾ ക്രിസ്ത്യാനികൾ ചതിച്ചെന്ന് പറയാൻ നിങ്ങൾക്ക് നാണമില്ലേ? ശരിയാ, എനിക്ക് ഞെട്ടിക്കുന്നൊരു വിവരമാണ്. ഞാൻ കരുതിയത് കാസ പോലെയുള്ള സംഘടനകളുമായിട്ടും BJP സംസാരിച്ചിട്ടുണ്ടാവും. മുൻപുള്ള തെരഞ്ഞെടുപ്പ് സമയത്ത്, ലോക്സഭാ തെരഞ്ഞെടുപ്പ്, അതിനു മുമ്പ് തദ്ദേശ ഇതിലെല്ലാത്തിലും ഞങ്ങളുടെ സ്വന്തം നിലയിൽ NDA സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി നോട്ടീസ് പ്രിൻ്റ് ചെയ്ത് ഞങ്ങൾ വിതരണം ചെയ്യും. ഫ്ലെക്സ് ബോർഡുകൾ വെച്ചിട്ടുണ്ട്. ഞങ്ങളുടെ പ്രവർത്തകർക്ക് ഞങ്ങൾ ഇവിടെ നിന്ന് പണം അയച്ചു കൊടുത്ത് പ്രവർത്തിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഔദ്യോഗികമായിട്ട് ഞങ്ങൾ NDAക്ക് പിന്തുണ ഓപ്പണായിട്ട് പ്രഖ്യാപിക്കാറുണ്ട്. പക്ഷേ ഈ വർഷം ഞങ്ങൾ അതിനു പകരം എല്ലാ പ്രവർത്തകരോടും പറഞ്ഞത്, നിങ്ങൾ അതാത് സ്ഥലങ്ങളിൽ NDA പ്രവർത്തകർക്കും BJP പ്രവർത്തകർക്കും ഒപ്പം ചേർന്ന് പരമാവധി അക്ഷീണം പ്രവർത്തിക്കുക. ഓപ്പണായിട്ട് ഞങ്ങൾ എവിടെയും ഞങ്ങളുടെ പേര് പറഞ്ഞില്ല. ഇനി അതിൻ്റെ കാരണം എന്ന് പറയുന്നത്, ഞങ്ങൾ മെത്രാന്മാരുടെ മോതിരം മുത്തിയിട്ട് ആ ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിലിട്ട് ലൈക്ക് മേടിക്കാനല്ല സംഘടന തുടങ്ങിയത്. മെത്രാന്മാരെ കൊണ്ടും അവർ നേതൃത്വം കൊടുക്കുന്ന AKCC, KCYM, SMYM ഇതുപോലുള്ള മനമുണാഞ്ഞൻ സംഘടനകളെ കൊണ്ടും ക്രിസ്ത്യാനികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കില്ല, ഒരു പ്രയോജനം ഇല്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് കാസ പോലെ പ്രസ്ഥാനം ഉദയം ചെയ്തത്. അതുകൊണ്ട് തന്നെ സഭാ നേതൃത്വത്തിൻ്റെ നിയന്ത്രണത്തിലില്ലാത്ത ഒരു സംഘടനയെ ഈ സഭാ നേതൃത്വം വളർത്താൻ സമ്മതിക്കത്തില്ല. അങ്ങനെ ഒത്തിരി സംഘടനകളെ ഇവർ പൊളിച്ചു കളഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ ഉപദേശ സമിതിക്ക് അപ്പുറത്തേക്ക് ഒരു വൈദികനെ ഞങ്ങൾ ഒരു സ്ഥലത്തും അടുപ്പിക്കില്ല. അങ്ങനെ അവർ ഏതെങ്കിലും കയറി ഇരുന്നുകൊണ്ട് അത് നിർജ്ജീവമാക്കി പൊളിച്ച്
ചിതറിച്ച് കളയും. കാര്യം സഭാ നേതൃത്വം ഇപ്പം AKCCയെ പോലെ കത്തോലിക്ക കോൺഗ്രസിനെ പോലെയോ SMIS പോലെയോ മെത്രാന്മാർ പ്രാർത്ഥനയനുസരിച്ച് ജാഥ നടത്തുന്ന കുറച്ച് തൊഴിലാളികളെയാണ് അവർക്ക് വേണ്ടത്. ഞങ്ങളന്ന് കിട്ടില്ല. സഭാ നേതൃത്വത്തിൻ്റെ എതിർപ്പിനെ അവഗണിച്ച് വളർന്നു വന്ന ഒരു സംഘടന കാസ മാത്രമാണ്. മെത്രാന്മാർക്കൊരു പ്രശ്നം ഉണ്ടായാലും ഞങ്ങൾ എത്തും, പക്ഷെ നീതി അവർക്ക് ആയിരിക്കണം. അല്ലാതെ അവർ പറയുന്നതിനെ എല്ലാത്തിനെയും അംഗീകരിക്കാൻ ഞങ്ങൾ ഇവിടെ FCR നടപ്പിലാക്കണമെന്ന് ആദ്യം ആവശ്യപ്പെട്ടത് ഞങ്ങളാണ്. ചങ്ങനാശ്ശേരി മെത്രാനെന്ന തോമസ് തറയിലിൻ്റെത് രാഷ്ട്രീയ ലക്ഷ്യമായിരുന്നു എന്ന് പറഞ്ഞ കേരളത്തിലെ ആദ്യ സംഘടന ക്രിസ്ത്യൻ സംഘടനയായ കാസയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ മെത്രാന്മാർക്ക് ഞങ്ങളെ ഏതൊക്കെ രീതിയിൽ ഒതുക്കാൻ അവർ അവസരം കിട്ടിയാൽ ഒതുക്കും. ഞങ്ങളുടെ വളർച്ചയെ തടയാൻ വേണ്ടിയിട്ട് അവർ ചെയ്യാൻ കഴിയുന്ന എല്ലാം ഇപ്പോഴും ചെയ്യുന്നുണ്ട്. അവരുടെ നിയന്ത്രണത്തിലുള്ള പല ചാനലുകളിൽ പോലും ഞങ്ങളെ അഭിമുഖങ്ങൾക്ക് പോലും ക്ഷണിക്കരുതെന്ന് അവർ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഓരോ ഇടവുകളിൽ അവർ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. പക്ഷെ അവർ മനസ്സിലാക്കാത്തൊരു കാര്യമുണ്ട്. ഈ എറണാകുളം അങ്കമാലിയിൽ അതിരൂപതയിൽ ഈ അൽമായ മുന്നേറ്റം എന്നൊക്കെ പറഞ്ഞ ഈ വിമത വൈദികരുടെ കുറച്ച് സാധനമുണ്ട്. ഒരു ഓട്ടോറിക്ഷയിൽ കയറാവുന്ന ആൾക്കാരേ ഉള്ളൂ. പിന്നെ ഈ FCRയുടെ പേരിൽ കൊണ്ടുവന്നിരിക്കുന്ന വിദേശ ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് ആൾക്കാരെ കൂട്ടുന്നത്. അപ്പോൾ അവരെ പോലും തകർക്കാൻ ഇവർക്ക് സാധിച്ചില്ല. അവസാനം അതിൻ്റെ നേതാവായിട്ടുള്ള ഷൈജു ആൻ്റണിയെ പാസ്റ്റർ കൗൺസിൽ സെക്രട്ടറി ആക്കി മാറ്റേണ്ടി വന്നു. അപ്പോൾ ഇത്രയും വലിയ സംവിധാനത്തിന് ആ ഒരു ചെറിയൊരു കൂട്ടത്തെ പോലും ഇല്ലാതാക്കാൻ കഴിഞ്ഞില്ല. പിന്നെ ഞങ്ങളെ ഈ ലോകം മേളിൽ ആകാശം താഴെ ഭൂമി എന്ന് പറഞ്ഞ് ആരെയും ഭയക്കാതെ നടക്കുന്ന, എന്തിനെ നേരിടാൻ തയ്യാറായി നടക്കുന്ന, ലോകം മുഴുവൻ അനുയായികളുള്ള ഒരു സംഘടനയെ ഇല്ലാതാക്കാമെന്ന് മെത്രാന്മാർ ധരിക്കുന്നുണ്ട്. അത് അവരുടെ മലർപ്പടിക്കാരൻ്റെ സ്വപ്നം മാത്രമാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വന്നത്, അപ്പോൾ കാസയെ അടുപ്പിച്ചാൽ അല്ലെങ്കിൽ കാസയെ പോലുള്ള ക്രിസംഗി സംഘടനകളെയൊക്കെ പ്രത്യക്ഷത്തിൽ നിർത്തിയാൽ ഇനി മിത്രാന്മാരുടെ അപ്രീതിക്ക് പാത്രമായി ഇനി അവരുടെ വോട്ട് കിട്ടുകയില്ല എന്ന് ചില BJP നേതാക്കൾ കരുതിയതായി ഞങ്ങൾക്കൊരു മനസ്സിലായി. എവിടെ ആരും പറഞ്ഞില്ലെങ്കിൽ ഞാൻ ചോദിക്കാൻ പോവായിരുന്നു, മനസ്സിലായി. അപ്പോൾ ഞങ്ങൾ എവിടെയും ഞങ്ങളുടെ പേര് വരാത്ത രീതിയിൽ ഞങ്ങൾ പുറകോട്ട് മാറി. എന്നാൽ ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് എല്ലാ സ്ഥലത്തും പ്രവർത്തിക്കുകയും ചെയ്തു. ഇപ്രാവശ്യം ഞങ്ങളുടെ പേരിൽ ഞങ്ങൾ നോട്ടീസ് ഇറക്കിയില്ല, ഔദ്യോഗികമായിട്ട് പ്രഖ്യാപനം നടത്തിയില്ല, ഫ്ലെക്സ് ബോർഡുകൾ വെച്ചില്ല, ഒന്നും ചെയ്തില്ല. കാസയുടെ പേര് എവിടെയും വന്നില്ല. പക്ഷേ ഞങ്ങൾ അതാത് സ്ഥലങ്ങളിൽ ഹൈന്ദവ ക്രിസ്തവ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി അക്ഷരം ഞങ്ങൾ പണിയെടുത്തു. നിങ്ങൾ മെത്രാന്മാരെ പിണക്കണ്ടെന്നല്ലേ, നിങ്ങൾ മെത്രാന്മാരുടെ കയ്യിൽ നിന്നും കിട്ടുമെന്നല്ലേ നിങ്ങൾ പ്രതീക്ഷിച്ചത്? കിട്ടിയല്ലോ, കിട്ടിയില്ലേ? കിട്ടി ബോധിച്ചു. അല്ല, ഞാൻ പറയുന്നത് കഴിഞ്ഞ ലോക്കൽ ബോഡി ഇലക്ഷനിൽ ഞാൻ ചില സ്ഥലങ്ങളിലൊക്കെ പോയപ്പോൾ അവിടെ കാസയുടെ പ്രവർത്തകരുണ്ടായിരുന്നു BJPയുടെ പരിപാടിക്ക്. എൻ്റെ അടുത്ത് വന്ന് എന്നെ പരിചയപ്പെട്ടു, ഞങ്ങൾ കാസക്കാരാണെന്ന് പറഞ്ഞിട്ട്. എല്ലാ സ്ഥലത്തും നമ്മൾ ഇപ്രാവശ്യം ഇലക്ഷനിൽ പറഞ്ഞു. പക്ഷേ നമ്മൾ പ്രത്യക്ഷത്തിൽ ഒരു സ്ഥലത്തും ഞങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ട് എവിടെ ഇറങ്ങിയില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കാര്യം ഞങ്ങൾ ഇറങ്ങിയിട്ട് ഇനി BJP കിട്ടാനുള്ള വോട്ട് കിട്ടാതിരിക്കണ്ട എന്ന കാര്യം. ഒരുപക്ഷെ സഭ അങ്ങനെ ആവശ്യപ്പെട്ട് കാണുമോ BJPയോട് കാസയെ അടുപ്പിക്കല്ലത്? സാധ്യതയുണ്ട്, സാധ്യത ഇല്ലാതില്ല. ഞങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വരാൻ പോകുന്ന ഇതിനെ വെച്ചിട്ട് ഞങ്ങളെ നിരോധിക്കാൻ വേണമെന്നുണ്ടെങ്കിൽ സഭാ നേതൃത്വം ആവശ്യപ്പെട്ടാലും അത്ഭുതപ്പെടാനില്ല. പുതിയ ഭരണമാറ്റം വന്നു കഴിയുമ്പോഴത്തേക്ക് ഞങ്ങളെ നിരോധിക്കാനോ അല്ലെങ്കിൽ ഇപ്പോൾ എന്നെ വേണേൽ പിടിച്ചകത്തിടാനോ ആവശ്യപ്പെട്ടാലും ഞങ്ങളുടെ ആൾക്കാർ തന്നെ ആവശ്യപ്പെട്ടാലും അതിശയിക്കാനൊന്നുമില്ല. അതിനകത്ത് അത്ഭുതമൊന്നും പെടാനൊന്നുമില്ല. ചിലപ്പോൾ സാധ്യതയുണ്ട് അതിന്. ഏതായാലും ഇത് ചില കാര്യങ്ങൾ പുതിയ അറിവാണ്. കാരണം കാസയുമായി BJP സംസാരിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ എന്ത് ക്രിസ്ത്യൻ ഔട്ട്റീച്ചാണ്? ഏതായാലും തിരുത്തേണ്ട കാര്യങ്ങളുണ്ട്. ഒരുപാട് പേർ സംസാരിക്കുന്നുണ്ട്. ഇപ്പോൾ കെവിൻജി പറഞ്ഞപ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ വ്യക്തമായി. കെവിൻജിയും പറയുന്നത് അരമനയല്ല സഭ. അതാണ് BJP സംസ്ഥാന നേതൃത്വം തിരിച്ചറിയട്ടെ. ക്രൈസ്തവർ വലിയ തോതിൽ BJPക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്. വോട്ട് ചെയ്യാൻ തയ്യാറാവുന്ന ആളുകളുണ്ട്. ദേശീയ ബോധമുള്ള ക്രൈസ്തവർ സഭയല്ല, അവരാണ് ക്രിസ്ത്യാനികൾ.